അട്ടപ്പാടി അഗളി ബോഡിചാള പാലത്തിനരികിൽ ഒറ്റയാനിറങ്ങിയെന്ന വാർത്ത. കാട്ടാനയെ കാട് കയറ്റാൻ നാട്ടുകാർ ശ്രമം നടത്തുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആരും സ്ഥലത്ത് എത്തിയിട്ടുമില്ല. നിഖിൽ പ്രമേഷ് പാലക്കാട് നൽകുന്നതിന്റെ വിവരങ്ങൾ. നിഖിൽ, എപ്പോഴാണ് ഈ ഒറ്റയാനിറങ്ങിയതായി നാട്ടുകാർ കണ്ടെത്തിയത്? ഇപ്പോഴും അത് ജനവാസ മേഖലയിൽ തന്നെയാണോ? എന്താണ് നിലവിലെ സാഹചര്യം? ഈ ഉദ്യോഗസ്ഥർ ആരും എത്തിയിട്ടില്ല എന്ന് പറയുന്നു, അവരെ വിവരം അറിയിച്ചിട്ടുണ്ടോ? പ്രജിൻ, ഉദ്യോഗസ്ഥരെ ഇതിനോടകം തന്നെ വിവരം അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് അഗളിയിലുള്ള RRT സംഘം നിലവിൽ ആനയെ ഓടിക്കാനായി തിരുവിഴാംകുന്ന് ഭാഗത്താണ് ഉള്ളത്. അതുകൊണ്ട് അവർക്ക് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ പശ്ചാത്തലത്തിൽ അവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ തന്നെ അവരുടെ കൈവശമുള്ള പടക്കവും ശബ്ദമുണ്ടാക്കിയും ഒക്കെ ഈ ഒറ്റയാനെ കാട് കയറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 1 മണിക്കൂറിലധികമായി ആനയുടെ സാന്നിധ്യം ഈ മേഖലയിലുണ്ട്. ഇത് ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. ഇതിനെ കാട് കയറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലതവണ ഈ മേഖലയിലെ വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ദൗർലഭ്യത്തെക്കുറിച്ച് ആളുകൾ പരാതിപ്പെടാറുണ്ട്. അതായത് മതിയായ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമില്ലാത്തതിനാൽ ഒരേ സമയം പല മേഖലകളിൽ വന്യമൃഗങ്ങൾ എത്തുമ്പോൾ അവിടേക്ക് ഈ വനപാലക സംഘത്തിന് എത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതിന്റെ ഒരു നേർചിത്രമാണ് ഇന്നും കാണാൻ കഴിയുന്നത്. ഏതാണ്ട് 1.5 മണിക്കൂറിലധികമായി ജനവാസ മേഖലയിൽ ഈ കൊമ്പൻ തുടരുകയാണ്. പക്ഷേ ഇതിനെ കാട് കയറ്റാൻ ഇതുവരെ വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. അവരെ ഈ ആന എത്തിയ ഉടനെ തന്നെ വിവരം അറിയിച്ചിരുന്നെങ്കിലും ഇതുവരെ അവിടേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. കാട് കയറ്റാനും കഴിഞ്ഞിട്ടില്ല. ഇവരുടെ കൈവശമുള്ള പടക്കവും മറ്റും എറിഞ്ഞ് ഇതിനെ കാട് കയറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നാട്ടുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രജിൻ, ശരി. നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.